ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളസിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നുവരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗിൽഗാൽ പ്രയർ ഹൗസിലെ ദൂത് ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഒരു അനുഭവ സാക്ഷ്യം നിങ്ങളോട് പങ്കിടുവാൻ കൃപയിൽ ശരണപ്പെടുന്നു. കൊറിയയിലെ പാസ്റ്റർ പാർക്ക് കൂടിയ രക്തസമ്മർദ്ദത്താൽ 1987 മരിച്ചു. എന്നാൽ ദൈവകൃപയാൽ അദ്ദേഹത്തിന്റെ ജീവിതം 20 വർഷത്തിൽ കൂടുതൽ ദൈവം നീട്ടിക്കൊടുത്തു. തുടർന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. അദ്ദേഹത്തിന്റെ മരണത്തിൽ ദൈവം അദ്ദേഹത്തെ സ്വർഗവും നരകവും കാണിച്ചു. നിങ്ങൾ അഹങ്കാരിയും നിഗളിയുമാണെങ്കിൽ നിങ്ങളുടെ മേൽ നിങ്ങൾ തന്നെ ഒരു ശാപം വിളിച്ചു വരുത്തുകയാണ്. എനിക്ക് 5000 അംഗങ്ങളുള്ള ഒരു വലിയ സഭയുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അഹങ്കാരം മൂലം ഹല്ലേലൂയ ദൈവത്താൽ ഞാൻ തകർക്കപ്പെട്ടു. ഇപ്പോൾ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. യാക്കോബ് 4:6 ഇപ്രകാരം വായിക്കുന്നു: ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. എനിക്ക് സ്വന്തമായി 1500 ലക്ഷം US$ വിലയുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഏറ്റവും വിലപിടിപ്പുള്ള 5 ആഡംബര കാറുകൾ ഉണ്ടായിരുന്നു. എൻ്റെ മരണത്താൽ ലഭിച്ച അനുഭവങ്ങൾക്ക് ശേഷം ഞാനെല്ലാം ഉപേക്ഷിച്ചു. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ, നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ട് നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയുകയില്ല. രക്ഷ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ഡീക്കന്മാർ, മൂപ്പന്മാർ, എല്ലാ സഭാംഗങ്ങളോടും എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ പാസ്റ്റർമാരോട് ഹൃദയമംഗമായി നിങ്ങൾ സഹകരിക്കണമെന്നാണ് എൻ്റെ അനുഭവം. 1987 ഡിസംബർ 19 രാത്രി ഭക്ഷണം കഴിച്ച് ഞാൻ വിശ്രമിക്കുകയായിരുന്നു. അതികഠിനമായ നെഞ്ചുവേദന ആരംഭിക്കുകയും ഞാൻ മരണത്തിലേക്ക് നീങ്ങുന്നതായും തോന്നി. എൻ്റെ സുബോധം മറഞ്ഞു. 4 മാസത്തിന് ശേഷം വെന്റിലേറ്ററായിരുന്ന ഞാൻ ഉണർന്നു. എന്നെ പരിചരിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞു, പൂർണ്ണമായും നിങ്ങൾ മരിച്ച നിലയിലാണ്. എൻ്റെ എല്ലാ അവയവങ്ങളും പക്ഷപാതത്താൽ ബലഹീനമായിരുന്നു. എൻ്റെ ഈ നിർഭാഗ്യമായ അവസ്ഥ കാണുവാൻ എൻ്റെ കുടുംബം ആരെയും അനുഭവിച്ചിരുന്നില്ല. അവസാനം ഞാൻ മരിച്ചു. ഞാൻ മരിച്ചപ്പോൾ 2 ആളുകൾ അടച്ചിരുന്ന ഭിത്തിയിലൂടെ എൻ്റെ മുറിയിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ നിലവിളിച്ചു, ഓ ആരാ നിങ്ങൾ? ഒരാൾ പറഞ്ഞു, ഞങ്ങൾ സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ട ദൂതന്മാർ, ഞങ്ങൾ സ്വർഗരാജ്യത്തിൽ നിന്നും വരുന്നു. അവരിൽ നിന്നും ഉജ്ജ്വലമായ ഒരു പ്രകാശം കടന്നു. എൻ്റെ ഭാഗത്തു നിന്ന ദൂതൻ തന്നെ പരിചയപ്പെടുത്തി. ഞാൻ സ്വർഗരാജ്യത്തിന്റെ അധിപതിയായ യേശുവിന്റെ ആജ്ഞ അനുസരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. യേശു എന്നോട് ഭൂമിയിലേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആജ്ഞാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മരിച്ചവനാണ്. നിന്റെ വീട്ടുകാർ നിന്നെക്കുറിച്ച് വിലപിക്കുന്നു. യേശു നിനക്ക് കുറച്ച് സമയം കൂടെ ഭൂമിയിൽ ജീവിക്കുവാൻ തരേണ്ടതിന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ യേശു നിന്നെ സ്വർഗവും നരകവും കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിന്നെ അത് കാണിക്കും. നിനക്കത് വീണ്ടും മടക്കി തരുമ്പോൾ അതിനെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കും. നിന്റെ സാക്ഷി നിമിത്തം അനേകർ നിത്യ നരകത്തെ വിട്ടൊഴിഞ്ഞ് നിത്യ സ്വർഗത്തിലെത്തും. ഇതാണ് ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം. ഇപ്പോൾ നീ വിസമ്മതിച്ചാൽ നിനക്ക് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള സന്ദർശനം നഷ്ടമാകും. എന്റെ ഇടത്തുഭാഗത്തു നിന്ന ദൂതൻ പറഞ്ഞു, നിന്റെ ജനനം മുതൽ നീ മരിച്ച നിമിഷം വരെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം എന്റെ ഗാർഡിയൻ ഏഞ്ചലാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ പോകാൻ കഴിയുകയില്ല, ഞാൻ പോകുന്നില്ല. ഞാനൊരു പാസ്റ്ററാണ്. എൻ്റെ ഈ ശരീരാവസ്ഥയിൽ എൻ്റെ കർത്താവിനെ കാണുവാൻ കഴിയുകയില്ല. എനിക്ക് നല്ല ആരോഗ്യത്തോടെ കർത്താവിനെ കാണണം. എനിക്ക് കർത്താവിൽ നിന്നും അഭിനന്ദനമല്ല ഇപ്പോൾ ലഭിക്കുന്നത്, ശകാരമാണെന്ന് എനിക്കറിയാം.
ഞാൻ അഹങ്കാരിയും നിഗളിയുമാണ്. അതിന്റെ ശാപമാണ് ഈ എന്റെ രോഗമെന്ന് ഞാൻ അറിയുന്നു. ഈ അവസ്ഥയിൽ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? ദയവായി നിങ്ങൾ സ്വർഗത്തിൽ പോയി എന്നെ സൗഖ്യമാക്കാൻ യേശുവിനോട് അപേക്ഷിക്കുമോ? എന്നിട്ട് വന്ന് നിങ്ങൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. ദയവായി കർത്താവിനോട് ദയ കാണിക്കുവാൻ അപേക്ഷിക്കുമോ? എന്റെ യാതൊരു അഭ്യർത്ഥനകളും ദൂതന്മാർ അംഗീകരിച്ചില്ല. അവർ എന്റെ വസ്ത്രം നീക്കി, മുഷിഞ്ഞ വസ്ത്രങ്ങൾ സ്വർഗത്തിൽ അണിയുവാൻ പറ്റിയതല്ല. സഖറിയ 3:4 പ്രകാരം വായിക്കുന്നു. അവന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് ദൂതൻ പറഞ്ഞു, അവന്റെ മുഷിഞ്ഞ വസ്ത്രം നീക്കിക്കളവൻ. പിന്നീട് ദൂതൻ യോശുവയോട് പറഞ്ഞു, നോക്കുക, ഞാൻ നിന്റെ പാപം പിന്നിൽ നിന്ന് നീക്കിയിരിക്കുന്നു. ഞാൻ നിന്നെ സമ്പന്ന വസ്ത്രം അല്ലെങ്കിൽ ഉത്സവസ്ത്രം ധരിപ്പിക്കും. അവർ എന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. യാത്രയിൽ ഞാൻ ഭൂമിയെ നോക്കി ഒരു ചെറിയ ഗോളമായി കണ്ടു. അവർ എന്നെ സ്വർണ്ണ തെരുവീഥിയിലൂടെ നടത്തി. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്താൽ നിറഞ്ഞ അവിടെ ഞാൻ നോക്കിക്കണ്ടു. ഈ പ്രകാശം എവിടെ നിന്ന് വരുന്നു? ദൂതൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും വരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വെള്ള ഗൗൺ ധരിച്ച 2 ആളുകൾ എന്റെ തലയ്ക്ക് മീതെ പറന്നു വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, ഇവർ ആരാണ്? ദൂതൻ, ജീവിതകാലം മുഴുവൻ ദൈവത്തെ വിശ്വസ്തയോടെ ശുശ്രൂഷിച്ചവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന്റെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവിനോട് സമർപ്പിച്ച് വിധേയപ്പെടുത്തിയവരുമായ അനേകരിൽപ്പെട്ടവരാണ്. അവരുടെ ശരീരം മരിച്ച് ഭൂമിയിലാണ്, എന്നാൽ അവരുടെ ആത്മാക്കൾ ഇപ്പോൾ സ്വർഗത്തിലാണ്. മറ്റൊരു ദൂതൻ, അവിടെ കാണുന്നത് സ്വർഗത്തിന്റെ 12 ഗേറ്റുകളാണ്. രക്ഷിക്കപ്പെട്ട ഒരു ആത്മാവ് സ്വർഗത്തിലെത്തുമ്പോൾ ഇതിൽ ഒരു ഗേറ്റിലൂടെ ആണ് അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഞങ്ങളിപ്പോൾ തെക്കേ വാതിലിലാണ്, എന്നാൽ അത് അടഞ്ഞിരിക്കുന്നു. ഞാൻ കാത്തു നിൽക്കുകയാണ്. ഞാൻ ദൂതനോട്, എന്താ ഈ ഗേറ്റ് തുറക്കാത്തത്? ദൂതൻ, കാരണം നീ സ്വർഗീയ ആരാധന ഗീതങ്ങൾ പാടിയിട്ടില്ല. സങ്കീർത്തനം 104 അടഞ്ഞ അവിടുത്തെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ പ്രവേശിപ്പിൻ. അവിടത്തേക്ക് സ്തോത്രമർപ്പിച്ച് തിരുനാമം വാഴ്ത്തുവൻ. ഞാൻ ദൂതന്മാരെ, ഞാൻ വലിയ അഹങ്കാരിയും നിഗളിയുമായിരുന്നു. അതിന്റെ ശാപമായിട്ടാണ് രോഗിയായി തീർന്നത്. എനിക്ക് ഭൂമിയിൽ വെച്ച് നന്നായി പാടുവാൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ ഞാൻ സ്വർഗീയ ആരാധന പാടും? ഞാനത് മുമ്പേ കേട്ടിട്ടില്ലായിരുന്നല്ലോ. ദൂതൻ, നീ പറഞ്ഞത് ശരി തന്നെ, എന്നാൽ ആരാധനയ്ക്കായി ഒരുങ്ങുക. നീ അഹങ്കാരിയാണ്, എന്നാൽ പാടുവാൻ ഒരുങ്ങുക. ദൂതന്മാർ പാടുവാൻ തുടങ്ങി. അവർ പാടിയപ്പോൾ ഞാനും കൂടെ ചേർന്ന് പാടി. ഞാൻ ഉത്സാഹമായി പാടി. വാതിൽ തുറന്നു, അകത്ത് പ്രവേശിച്ചു. സ്വർഗത്തിന്റെ ഭാഗങ്ങൾ വർണ്ണന അതീതമാണ്. ഭൂമിയിലെ വാക്കുകളാൽ എനിക്ക് അത് വർണ്ണിപ്പാനാവില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ നന്ദി. ഞാൻ അഹങ്കാരിയും തന്നിഷ്ടക്കാരനുമായിരുന്നതിനാൽ രോഗത്താൽ പിടിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന് ഇതെല്ലാം കാണിക്കുന്നല്ലോ, അങ്ങയ്ക്ക് നന്ദി. ഞാൻ ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, എൻ്റെ പ്രിയ പാസ്റ്റർ പാർക്ക് യോങ് ഗ്യൂ, ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. നിനക്കിവിടെ ഒരു ദീർഘയാത്രയുണ്ട്. ആമേൻ. സ്നേഹവും ആർദ്രതയും നിറഞ്ഞു കവിഞ്ഞതായിരുന്ന ശബ്ദം. ഞാൻ പൊട്ടിക്കരഞ്ഞു, നിലവിളിച്ചു, കർത്താവേ. ദൂതൻ എന്നെ ശാസിച്ചു, നീ 20 വർഷം പാസ്റ്ററായിരുന്നിട്ടും ദൈവത്തിന്റെ തിരുവചനം അറിഞ്ഞുകൂടെയോ? സ്വർഗത്തിൽ കണ്ണുനീരില്ല. വെളിപാട് 21:4 അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരില്ലാം തുടച്ചു കളി. ദൈവം എന്നോട് 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ ചോദ്യം എന്നോടും നിങ്ങളോടും ഇന്ന് പകൽക്കാലം ദൈവം ചോദിക്കുകയാണ്. 1, നീ എത്ര സമയം ബൈബിൾ വായിച്ചിട്ടുണ്ട്? 2, നീ എത്രമാത്രം വഴിപാടുകൾ മലാഖി 3:18 അഥവാ മനഃപൂർവ്വ ദാനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്? 3, നീ എത്ര സമയം വ്യക്തികളോട് സുവിശേഷ ഘോഷണം നടത്തിയിട്ടുണ്ട്? 4, നീ കൃത്യമായി ദശാംശം നൽകിയിട്ടുണ്ടോ? മലാഖി 3:8 നീ എത്ര സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ടുണ്ട്? എനിക്ക് 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ദൈവം എന്നെ ശാസിച്ചു. നീ ഒരു വലിയ ചർച്ചിന്റെ പാത്രമായപ്പോ നീ പ്രാർത്ഥനയിൽ അലസനായി തീർന്നു. നീ വളരെ തിരക്കേറിയവരായതുകൊണ്ട് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ല എന്ന നിന്റെ ആ വാദം ഞാൻ അംഗീകരിക്കില്ല.
ദൂതന്മാർ സ്വർഗത്തിലും നരകത്തിലുള്ള അനേക സ്ഥലങ്ങൾ തന്നെ കാണിക്കും. ശ്രദ്ധിച്ചു കാണുക. കണ്ട ശേഷം അതെല്ലാം ലോകത്തിൽ സാക്ഷിക്കാൻ ഇവിടെ നിന്ന് വായിക്കും. സ്വർഗത്തിന്റെ 3 വിഭിന്ന സ്ഥാനങ്ങൾ എന്നെ കാണിച്ചു. 1, കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന സ്ഥലം. 2, മുതിർന്ന ആളുകൾ അഡൽട്ട് പാർക്കുന്ന ഇടം. 3, സ്വർഗത്തിൽ എത്തിയവരെങ്കിലും യാതൊരു പുകഴ്ചയുമില്ലാതെ ലജ്ജിക്കപ്പെട്ടവരായി ജീവിക്കുന്ന ആളുകൾ താമസിക്കുന്ന ഇടം. സ്വർഗത്തിൽ അനേക ആത്മാക്കൾക്കും സ്വന്തമായ ഭവനങ്ങൾ ഉണ്ട്. യോഹന്നാൻ 14:2 എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എന്നാൽ ഭവനങ്ങൾ ഇല്ലാത്ത ചിലരുണ്ട്. അത് പിന്നീട് പറയാം. കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായ ഭവനങ്ങളില്ല. ഞാൻ ചോദിച്ചു, കുഞ്ഞുങ്ങളും ആത്മാക്കളില്ലേ? പിന്നെ എന്തിനാണ് അവർക്ക് ഭവനമില്ലാത്തത്? ദൂതൻ, ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഭവന നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ ആവശ്യം എന്നതുപോലെ സ്വർഗത്തിലേക്ക് പോകുന്ന നമുക്കും അവിടെ ഭവനം പണിയേണ്ടതിന് ആവശ്യമായ സാധനങ്ങൾ, മെറ്റീരിയൽസ് ആവശ്യമാണ്. ഒരു മനുഷ്യൻ സഭയെയും മറ്റുള്ളവരെയും കർത്താവിൽ വിശ്വസ്തരായി സേവിക്കുമെങ്കിൽ ആ നല്ല പ്രവൃത്തികൾ അവന് സ്വർഗത്തിൽ പണിയേണ്ട ഭവനത്തിന് ആവശ്യമായ സാധനങ്ങളായി തീർന്നു. വീട് പണിക്ക് ആവശ്യമായ ഇതെല്ലാം ഒരുക്കി കഴിയുമ്പോൾ ദൂതന്മാർ അവർക്കായി രൂപപ്പെടുത്തിയ ഭവനം പണിയുന്നു. അവർ ഭൂമിയിൽ നിക്ഷേപിച്ചതിന് അനുസരിച്ച് മനോഹര ഭവനം സ്വർഗത്തിൽ പണിയപ്പെടും. കുഞ്ഞുങ്ങൾക്ക് അത് സാധ്യമല്ലാത്തത് കൊണ്ട് അവർക്ക് അവിടെ ഭവനം പണിയുവാൻ സാധ്യമല്ല. അവർക്ക് ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ സന്ദർഭമോ സമയമോ ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് പ്രതിഫലമോ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കുവാനോ കഴിഞ്ഞില്ല. ദൂതൻ ഞാൻ ചോദിച്ചു, സ്വർഗത്തിലെ എന്റെ വീടിന്റെ നിർമ്മാണത്തിന് ഞാൻ ഭൂമിയിൽ എന്തെല്ലാം ചെയ്യണം? ദൂതൻ, സ്വർഗത്തിലെ ഭവനം ലഭിക്കേണ്ടതിന് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ 7 കാര്യങ്ങൾ ചെയ്യണം. ശ്രദ്ധിക്കണം. ഒന്നാമതായി, അവർ എത്രമാത്രം സമയം ദൈവത്തിന് ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിൽ. രണ്ടാമതായി, ഞാൻ എത്ര സമയം ബൈബിൾ വായിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ. മൂന്നാമതായി, എത്ര സമയം പ്രാർത്ഥിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ. നാലാമതായി, എത്ര സമയം മറ്റുള്ളവരുടെ സുവിശേഷം അറിയിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ. അഞ്ചാമത്, കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത മനഃപൂർവ്വ ദാനങ്ങളനുസരിച്ച്. ആറാമത്, ദശാംശം കർത്താവിന് പൂർണ്ണമായി കൊടുത്തതിനനുസരിച്ച്. ഏഴാമത്, സഭാകാര്യങ്ങളിൽ എത്രമാത്രം ഉത്സാഹമായി പങ്കെടുത്തു എന്നതിനനുസരിച്ച്. ഇവ കാര്യങ്ങളെല്ലാം പ്രവൃത്തികളോ സ്വർഗത്തിലെ ഭവന നിർമ്മാണത്തിന് ആവശ്യമായ മുതൽക്കൂട്ടായിരിക്കും. ഇതിൽ ഒരാൾ വീഴ്ച വരുത്തിയാൽ അയാൾക്ക് ആ ഭവനം അവിടെ നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ നേടുവാനോ ഭവന നിർമ്മാണം ചെയ്യുവാനോ കഴിയുകയില്ല. സ്വർഗത്തിൽ അനേക ഭവനരഹിതരെ ഞാൻ കണ്ടു. പാസ്റ്റേഴ്സ്, ഡീക്കൻസ്, വിശ്വാസികൾ എല്ലാവരും ജിജ്ഞാസയോട് ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞുങ്ങൾ പിന്നെ എവിടെയാണ് പാർക്കുന്നത്? ദൂതൻ, അവർ ഇവിടെ പാർക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അവർ സ്വർഗത്തിലെ മനോഹര പൂന്തോട്ടങ്ങളുടെ ഇടയിൽ പാർക്കുന്നതായി കണ്ടു. അവിടുത്തെ പൂന്തോട്ടങ്ങൾ അതിമനോഹരവും സുഗന്ധപൂരിതമാണ്. രണ്ടാമത്തെ സ്ഥാനം അഡൽട്ട് പാർക്കുന്ന ഇടമാണ്. രണ്ടാമത്തെ സ്ഥാനം കർത്താവിൽ വിശ്വസ്തരായി ജീവിച്ച് മുതിർന്നവർക്കുള്ളതാണ്. രക്ഷയ്ക്കും പ്രതിഫലത്തിനും ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ അനേക ഭവനങ്ങളുണ്ട്. വിലയേറിയ കല്ലുകൾ കൊണ്ടാണ് അത് പണിയപ്പെട്ടിരിക്കുന്നത്. ആമേൻ. ചില ഭവനങ്ങൾ വളരെ ഉയർന്നതും മനോഹരവും മായ സൗധങ്ങളാണ്. ഭൂമിയിൽ വെച്ച് കർത്താവിനോടുകൂടി വിശ്വസ്തരായി ജീവിച്ച അനേകർക്ക് ഇവിടെ അതിമനോഹരമായ ഭവനങ്ങളുണ്ട്. ഇവിടെയുള്ള ആളുകളെ ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെയുള്ള ആളുകൾ 20-നും 30-നും മധ്യപ്രായമുള്ള യൗവനക്കാരായി കാണപ്പെടുന്നു. ഇവിടെ സ്ത്രീയോ പുരുഷനോ എന്ന ലിംഗ വ്യത്യാസമില്ല. എല്ലാവരും ദൂതന്മാരെ പോലെയാണ്. ഇവിടെ രോഗമില്ല, വാർദ്ധക്യമില്ല, അംഗഹീനതയില്ല. എനിക്ക് അറിയാവുന്ന ഒരാളെ, അയാളുടെ പേര് ഇം മ്യൂ, അവിടെ ഞാൻ കണ്ടു. അദ്ദേഹം 65 വയസ്സ് ഉള്ളപ്പോൾ മരിച്ചു. അദ്ദേഹം വളരെ ഉയരം കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉയരമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. റിക്കറ്റ് എന്ന് പറയുന്ന ഒരു അപൂർവ രോഗബാധിതനായിരുന്നു.
എന്നാൽ വേദശാസ്ത്രത്തിൽ അദ്ദേഹം PhD എടുത്ത ആളായിരുന്നു. അദ്ദേഹം അനേക പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വർഗത്തിൽ കണ്ടു. ഇപ്പോൾ അദ്ദേഹം ഒത്ത നീളവും സൗന്ദര്യവും ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരിക്കുന്നു. നല്ല ആരോഗ്യം. സ്വർഗം വളരെ അത്ഭുതകരമായ സ്ഥലമാണ്. ആമേൻ. ഞാൻ വലിയ പ്രതീക്ഷയിൽ പറഞ്ഞു. മൂന്നാമത്തെ ഭാഗം, അവർ രക്ഷിക്കപ്പെട്ടവരെങ്കിലും ലജ്ജിതരായി സ്വർഗത്തിൽ കഴിയുന്നവരാണ്. 1 കൊരിന്ത്യർ 3:12 മുതൽ 15 വരെയുള്ള ഭാഗം ഞാൻ വായിക്കുന്നു. യേശുക്രിസ്തു എന്ന ഇട്ട് കഴിഞ്ഞ അടിസ്ഥാനത്തിലല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും സാധ്യമല്ല. ഈ അടിസ്ഥാനത്തിൽ മേൽ സ്വർണം, വെള്ളി, രത്നം, തടി, പുല്ല്, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് ആരെങ്കിലും പണിതാൽ അയാളുടെ പണി ആമേൻ വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിച്ചത്താക്കും. അത് തീയോടെ വെളിപ്പെടുകയും ഓരോരുത്തരുടെ പ്രവൃത്തി ഏത് വിധത്തിലുള്ളതെന്ന് തീ തന്നെ പരിശോധിക്കുകയും ചെയ്യും. ഒരാൾ പണിതത് നിലനിന്നാൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കും. അത് എരിഞ്ഞു പോയാലോ അയാൾക്ക് നഷ്ടം സഹിക്കേണ്ടി വരും. അയാളോ തീയിൽ എന്ന പോലെ രക്ഷപ്പെടും. ഈ ഭാഗം വളരെ വളരെ വിസ്തൃതമാണ്. 2ാം ഭാഗത്തേക്കാൾ എത്രയോ വലുതാണ്. ഞാനൊരു സ്വർണ്ണത്തേരിൽ കയറി ആ ഭാഗത്തെത്തി. ഞാൻ ഇവിടെ വിശാല മരുഭൂമിയും പാടങ്ങളും കാണുന്നല്ലോ. ഇവിടെ എന്തുകൊണ്ട് ഭവനങ്ങൾ കാണുന്നില്ല? ദൂതൻ, നോക്കൂ, നീ കാണുന്നത് അവരുടെ ഭവനങ്ങളാണ്. വളരെ വിസ്തൃതമായ ഫ്ലാറ്റുകളായ വീടുകൾ, വലിയ കോഴിക്കോട് പോലെ അല്ലെങ്കിൽ വിസ്തൃതമായ വെയർ ഹൗസ് പോലെയുള്ളവ. ഈ ഭവനങ്ങൾ മഹത്വമേറിയതല്ല, എന്നാൽ ശുചിത്വം ഇല്ലാത്തതുമാണ്. ഈ വില്ലേജുകളും വീടുകളും ലജ്ജാകരമായി തീർന്നവർക്ക് ഉള്ളതാണ്. വളരെ വിസ്തൃതമായ ശുചിത്വമില്ലാത്ത ഫ്ലാറ്റുകൾ. ദൂതൻ, നിന്റെ വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തും 2 വീടുകൾ കാണുന്നില്ലേ? അത് ശ്രദ്ധിക്കൂ. ഞാൻ കാണുന്നു. ദൂതൻ, ഈ 2 വീടുകളിൽ ഞങ്ങൾ നിന്നെ പ്രത്യേകമായി കാണിക്കാനാകുന്നു. വലത്തു ഭാഗത്ത് കാണുന്ന ഭവനങ്ങൾ ഭൂമിയിൽ വിശ്വസ്തരായി ജീവിച്ച പാസ്റ്റർമാർക്ക്, ഇടത്തു ഭാഗത്ത് വിശ്വസ്തരായ വിശ്വാസികൾക്കും ഈ 2 ഭവനങ്ങളുടെ മുമ്പിൽ ഞാൻ ചെന്ന് നോക്കി. അതിന്റെ വാതിൽ തുറന്നപ്പോൾ മുമ്പ് കണ്ട കോഴിക്കോട് സമാനമല്ല. ആയിരക്കണക്കിന് ആളുകൾ പാർക്കുന്ന ഇടം. അവിടെ അനേകം ആത്മാക്കളെ കണ്ടു. ശ്രദ്ധ നോക്കിയപ്പോൾ ചരിത്രത്തിൽ അറിയപ്പെടുന്ന അനേകം പാസ്റ്റർമാരെ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനൊരു പാസ്റ്ററെ തിരഞ്ഞെടുത്തു. എനിക്ക് ആ പാസ്റ്റർ അറിയാം. അദ്ദേഹം ഭൂമിയിലായിരുന്നപ്പോൾ എത്രമാത്രം പ്രശസ്തനായിരുന്നു. വളരെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ആളായിരുന്നു. അദ്ദേഹം എങ്ങനെ ഇവിടെ വന്നു എനിക്ക് മനസ്സിലായില്ല. ദൂരൻ, അദ്ദേഹം ഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗീയ ഭവനത്തിന് വേണ്ടിയ സാധനങ്ങൾ ഒരുക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കൺട്രി ഹോമിൽ പാർക്കുന്നത്. ഞാൻ വളരെ ജിജ്ഞാസയോടെ ഇതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗീയ ഭവനത്തിന് ആവശ്യമായ സാധനങ്ങൾ സംഭരിക്കാൻ കഴിഞ്ഞില്ല? ദൂരൻ, അദ്ദേഹം ഭൂമിയിലായിരുന്നപ്പോൾ പാസ്റ്ററായി നിർവഹിച്ച എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ജനത്തിന്റെ പ്രശംസ പറ്റുവാൻ വേണ്ടി മാത്രമായിരുന്നു. മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കണം എന്നതിൽ താല്പര്യപ്പെട്ടു. മറ്റുള്ളവർ തന്നെ ശുശ്രൂഷിക്കുന്നതിൽ താൻ സന്തുഷ്ടനായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ത്യാഗവും ശുശ്രൂഷ മനോഭാവവും ഇല്ലായിരുന്നു. ഈ പ്രിയ പാസ്റ്റർ കൊറിയൻ ചരിത്രത്തിൽ വളരെ പ്രശസ്തി നേടിയ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പ്രതിഫലമില്ല. പ്രിയ പാസ്റ്ററെ, പ്രിയ ദൈവജനമേ, ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ജനങ്ങളെ ആരാധനകൾ നയിക്കുന്നതിൽ ഏറെ അധികം ഉത്തരവാദിത്വമുണ്ട്. അവരുടെ വീടുകൾ സന്ദർശിക്കുകയും അനാഥരുടെയും പ്രായമുള്ളവരുടെയും സംരക്ഷണം ഏറ്റെടുക്കുകയും ഹല്ലേലൂയ ത്യാഗപരമായി ജീവിക്കുകയും ചെയ്യണം. മറ്റുള്ളവരുടെ പ്രശംസ ആഗ്രഹിക്കുന്നവർക്കും സ്വർഗത്തിൽ പ്രതിഫലമില്ല. ഇത് ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ തീരുമാനം, ഈ രംഗം സ്വർഗത്തിൽ ദർശന ശേഷം ഞാൻ ലോകത്തിലേക്ക് വന്നപ്പോൾ ഉടനെ എന്റെ എല്ലാ സമ്പാദ്യങ്ങളെയും 5 ആഡംബര കാറുകളെയും ഉപേക്ഷിച്ചു. നമ്മുടെ ജീവിതം ചില നിമിഷങ്ങൾ മാത്രം. ഒരു മനുഷ്യന്റെ ആയുസ് 70 അല്ലെങ്കിൽ 80. ഓരോ മനുഷ്യനും എപ്പോൾ മരിക്കുമെന്ന് ദൈവം മാത്രം അറിയുന്നു. എനിക്കുള്ളതെല്ലാം എന്റെ വസ്ത്രങ്ങൾ പോലും ഉപേക്ഷിച്ചു. കാരണം
ലജ്ജാപൂർണമായി സ്വർഗത്തിൽ വസിക്കുന്നവരെ ഞാൻ കണ്ടു. അവിടെ പാസ്റ്റർമാർ, ഡീക്കന്മാർ, വിശ്വാസികൾ എണ്ണിക്കൂടാതെ വണ്ണം ഞാൻ ആ ശുചിത്വമില്ലാത്തടത്ത് കണ്ടു. അവിടെ വസ്ത്രങ്ങൾ വൃത്തിഹീനമായിരുന്നു. ഈ ലജ്ജാകരമായ സ്ഥാനത്തായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല. മനോഹരമായ ഭവനം സ്വർഗത്തിൽ ലഭിക്കുവാൻ ആവശ്യമായത് എന്തെല്ലാം കഴിവുള്ളത് ഉള്ളിടത്തോളം സുവിശേഷ ഘോഷണം നടത്തുക. ദൂതൻ നിന്റെ അടുത്ത് ഒരു അവിശ്വാസി ഉണ്ടെന്ന് ചിന്തിക്കുക. ആ മനുഷ്യന്റെ സുവിശേഷം അറിയിക്കുവാൻ നീ തീരുമാനിക്കുന്ന നിമിഷം മുതൽ നിന്റെ ഭവനത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ നീ സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ ആരംഭിക്കുകയാണ്. അവരുടെ രക്ഷയ്ക്കായി മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ സാധനങ്ങൾ അവിടെ ലഭിക്കുന്നു. നീ അവരെ സന്ദർശിക്കുകയും അവരെ സുവിശേഷം അറിയിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ഭവനത്തിന് ആവശ്യമായ സാധനങ്ങൾ അവിടെ നിക്ഷേപിക്കുന്നു. സഭയിൽ വരാൻ കഴിയാത്തവർക്ക് അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുക, വേദപുസ്തകം ഇല്ലാത്തവർക്ക് വേദപുസ്തകം വാങ്ങിക്കൊടുക്കുക, കണ്ണട ഇല്ലാത്തവർക്ക് അത് നൽകുക. അതെല്ലാം സ്വർഗത്തിലെ പണിക്ക് സാധനങ്ങളായി മാറും. ഇവിടെ ഏറ്റവും നല്ല ഭവനങ്ങളുള്ളവരെല്ലാം അനവധി സമയങ്ങൾ സുവിശേഷം അറിയിച്ചവരാണ്. ദൂതൻ തന്നെ നല്ല ഭവനങ്ങളുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി. സ്വർഗത്തിൽ ഏറ്റവും നല്ല ഭവനം അത് അവിടുത്തെ ഡൗൺ ടൗൺ ആണ്. അതിമനോഹരമായ ഭവനമുള്ള 4 പേരുടെ ഭവനങ്ങൾ എന്നെ കാണിച്ചു. D.L. മോഡി, വെസ്ലി, ഇറ്റലിക്കാരനായ സുവിശേഷകൻ, കൊറിയൻ പാസ്റ്റർ ചോയ് ഗൺ നാൻ. ഇവർ ജീവിതകാലം മുഴുവൻ മരണം വരെ ആത്മാക്കളെ നേടിയവരാണ്. കൊറിയയിലെ ഒരു സാധാരണ വിശ്വാസിക്കും ബൃഹത്തായ ഒരു ഭവനം ഞാൻ കണ്ടു. ഇദ്ദേഹം തന്റെ വസ്തുക്കൾ പറ്റി അനേകം ആലയങ്ങൾ പണിത ആളാണ്. ആയിരക്കണക്കിന് ചാക്കാരി സാധുക്കൾ കൊടുത്തു. അദ്ദേഹം രഹസ്യമായി അനേകം പാസ്റ്റർമാരെ സംരക്ഷിച്ച ആളാണ്. സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വയസ്സൻ പാസ്റ്ററെ ആജീവനാന്തം അയാൾ രക്ഷിച്ചു. ഒരു ദൂതൻ ആത്തു പറഞ്ഞു, ഞാൻ എൻ്റെ ഭവനം എപ്രകാരമാണ് അത് പണിതുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ദൂതൻ കാണിക്കുവാൻ അനുവാദമില്ല, വളരെ നിർബന്ധിച്ചാൽ കർത്താവ് അനുവദിക്കും. അവിടെ നിന്നും വളരെ ദൂരെ ഒരു രഥത്തിൽ കയറി യാത്ര ചെയ്തു അവിടെ എത്തി. എൻ്റെ ഭവനം കാണാനുള്ള അത്യാർത്ഥി എനിക്കുണ്ടായിരുന്നു. ഞാനത് കണ്ടു. വീടിൻ്റെ അടിസ്ഥാനം മേലോട്ടുള്ള പണിക്കായി ക്രമീകരിച്ചു. ഞാൻ ഉച്ചത്തിൽ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ ഭവനം എങ്ങനെ മുകളിലേക്ക് പണിക്ക് മാത്രം ശരിയായിരിക്കുന്നു? കൊറിയൻ യുദ്ധത്തിന് ശേഷം ഞാൻ എൻ്റെ ഭവനം വിറ്റ് ഒരു സഭാമന്ദിരം പണിതല്ലോ. ആ സഭ വളർന്ന് 5000 അംഗങ്ങളുള്ള സഭയായി. ഞാൻ അനേക പുസ്തകങ്ങൾ രചിച്ചു, ഒന്ന് ബെസ്റ്റ്സെല്ലറായി. അനേക സ്കൂളുകൾ സ്ഥാപിച്ചു. അവിടെ നിന്ന് 240 പാസ്റ്റർമാർ ശുശ്രൂഷകരായി. ഞാൻ 400 സ്കോളർഷിപ്പുകൾ വീതം 400 സാധുക്കളായ കുട്ടികളെ സംരക്ഷിച്ചു വരുന്നു. ഇതിന് എന്തുമാത്രം രൂപയാണ് ചെലവായത്? എന്നിട്ടും എനിക്ക് ഇതാണോ ലഭിക്കുന്നത്? എന്തുകൊണ്ട് എൻ്റെ ഭവനം പണിത നിലയിൽ മാത്രം കാണുന്നു? ഞാൻ നിരാശനാണ്. ദൂതൻ, നീ മനോഹര ഭവനത്തിൽ വസിക്കാൻ അർഹനല്ല. കാരണം നീ അനേക തവണ ജനങ്ങളാൽ മാനിക്കപ്പെട്ടു. നീ എന്ത് ചെയ്താലും പണിതാലും ജനങ്ങൾ നിന്നെ ബഹുമാനിക്കും. സെക്കുലർ ന്യൂസ് പോലും നിന്നെ പുകഴ്ത്തും. അതുകൊണ്ട് നിന്റെ പ്രവൃത്തികളെല്ലാം നിഷ്ഫലം. മനുഷ്യർ കാണുവാൻ വേണ്ടി നിങ്ങളുടെ നീതി പ്രവൃത്തികൾ അവരുടെ മുമ്പിൽ വെച്ച് ചെയ്യാതിരിപ്പിൻ, സൂക്ഷിപ്പിൻ എന്ന് മത്തായി 6:1 കാണുന്നു. എൻ്റെ ഭവനത്തിന്റെ നിർമ്മാണത്തെ ഞാൻ നോക്കി. അതിന് 3 നിലകളുണ്ടായിരുന്നു. ആദ്യത്തെ 2 നിലകളിൽ അനേകം ചെറിയ മുറികൾ. എന്താ എനിക്ക് ഈ ചെറിയ മുറികൾ? ദൂതൻ, ഇത് നിന്റെ ആൺമക്കൾക്ക് പെൺമക്കൾക്കുള്ളതാണ്. എനിക്ക് 4 മക്കളുണ്ട്. നിന്റെ ഭൂമിയിലെ മക്കൾക്കുള്ളതല്ല, നീ സുവിശേഷത്തോടെ രക്ഷിക്കപ്പെട്ടവർക്കുള്ള ആളാണ്. ഞാൻ ദേഷ്യത്തോടെ, അത് വളരെ ചെറുതല്ലോ, എന്താണ് എൻ്റെ വീട് പൂർത്തിയാക്കുവാൻ ഇതുവരെ കഴിയാത്തത്? നീ മരിച്ചിട്ടില്ല, നീ അത് പൂർത്തിയാക്കുവാൻ ഇനിയും സാധനങ്ങൾ ആവശ്യമാണ്. മനസ്സിലായോ? ആ വീട്ടിൽ കടന്നപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ചെയ്ത നല്ല 2 കാര്യങ്ങൾ രേഖപ്പെടുത്തിയ 2 സർട്ടിഫിക്കറ്റ് അവിടെ കണ്ടു. ദൂതൻ, നീ ദുഃഖിതനാണോ? നിനക്ക് എങ്ങനെ മനോഹരമായ ഭവനം പണിയാം? കർത്താവ് പറഞ്ഞു, നീ ഭൂമിയിലേക്ക് പോകുമ്പോൾ നീ പോയി ആളുകളുടെ സ്വർഗത്തെപ്പറ്റി നരകത്തെപ്പറ്റി പറയുക. രണ്ടാമതായി ഈ വൃദ്ധ സ്ത്രീ പാസ്റ്റർമാർക്കും അഭയസ്ഥാനമില്ലാത്തവർക്കും ജീവിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കുക. നീ കൃത്യമായി ചെയ്യുമെങ്കിൽ നിന്റെ ഭവനം ഞാൻ മനോഹരമായി പണിയും. നരകം, 2 ദൂതന്മാർ എന്നെ നരകത്തിലേക്ക് കൊണ്ടുവന്നു. ദൂതൻ, നിനക്കിപ്പോൾ നരകം സന്ദർശിക്കാം. ഇതിന്റെ വിസ്തൃതിയെപ്പറ്റി
നിനക്ക് ഒരു പിടിയുമില്ല. ദൂതൻ, ഹോ, അത് വളരെ വളരെ വലുതല്ലോ. ദൂതൻ, ഇവിടെയാണ് ശപിക്കപ്പെട്ടവരും നിത്യാഗ്നയിലേക്ക് തള്ളപ്പെട്ടവരും വന്നു വീഴുന്നത്. പകുതി ചുവന്ന നിറവും പകുതി കറുപ്പുമാണ്. എന്താണ് ഈ ഭാഗം ചുവന്നിരിക്കുന്നത്? അത് കത്തുന്ന ഗന്ധകമാണ്. പാപം ചെയ്ത് ഇവിടെ എത്തുന്ന സകല ജീവിതങ്ങളും ഞങ്ങളെയും ഈ രണ്ട് ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെട്ടു. പള്ളികളിൽ പോയിരുന്നവരെങ്കിലും യഥാർത്ഥമായി രക്ഷിക്കപ്പെടാത്തവർ ഇവിടെ പാർക്കുന്നു. ഒരു ആത്മാവ് സ്വർഗത്തിലെത്തുമ്പോൾ 1000 ശപിക്കപ്പെട്ട ആത്മാക്കൾ നരകത്തിലെത്തും. ഞാൻ അറിയപ്പെടുന്ന ഒരു പ്രസ്ബിറ്റേറിയൻ പാസ്റ്ററാണ്. ഞാൻ കൊറിയയിലെ തിയോളജി കോളേജിൽ പഠിച്ചവനാണ്. ഞാൻ സ്വർഗത്തെയും നരകത്തെയും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാൻ ആ യാഥാർത്ഥ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ സാത്താന്റെ ഹൃദയത്തിൽ ജീവിച്ചാൽ നിങ്ങൾ നരകത്തിലെത്തും. ആമേൻ. ഒന്നാമതായി അവിടുത്തെ ചൂട് അതിഭയങ്കരം. രണ്ടാമതായി അവർ നിലവിളിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ആമേൻ. മൂന്നാമതായി എല്ലാവരും വെള്ളം ചോദിക്കുന്നു. അത് നിത്യമായ യാതനാ സ്ഥലം. ഇവിടെ 3 കൂട്ടരുണ്ട്. ഒന്ന്, അവർ സുവിശേഷം കേട്ടുവെങ്കിലും പാപത്തെക്കുറിച്ച് അനുസരിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവർ. 2, അവർ യേശുവിൽ വിശ്വസിച്ചു എന്നാൽ പാപത്തെക്കുറിച്ച് അനുദപിച്ചില്ല. 3, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത സകല ജാതി മതസ്ഥരും. ക്രിസ്ത്യാനികൾ നരകത്തിൽ. ഞാൻ അനേകം പാസ്റ്റർമാരെയും ഡീക്കന്മാരെയും വിശ്വാസികളെയും നരകത്തിൽ കൊണ്ടു. അതിന്റെ കാര്യമെന്തെന്ന് ദൂതനോട് ചോദിച്ചു. ഞാൻ അവരെ അറിയുന്നു. ദൈവത്തെ വിശ്വസ്തയോടെ ഭൂമിയിൽ ആയിരുന്നപ്പോൾ സേവിച്ചവരാണ്. അവരെല്ലാം സ്വർഗത്തിലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇപ്പോൾ ഇതാ അവർ നരകത്തിൽ. എന്തുകൊണ്ട് അവർ നരകത്തിലെത്തി? ദൂതൻ പാസ്റ്റർ മാർക്ക് യോങ്ക്യോ, ഒരു മനുഷ്യന് നല്ല ഒരു വിശ്വാസിയായി ജീവിക്കാൻ കഴിയും, ജീവിതം നടിക്കുവാൻ കഴിയും. എന്നാൽ ദൈവം ഹൃദയങ്ങളെ ആരായുന്നു. ഇവർ ഞായറാഴ്ച വിശുദ്ധമായി ആരാധിച്ചില്ല. പണസമ്പാദ്യത്തിന് അവർ ഞായറാഴ്ച ഉപയോഗിക്കുന്നു. അവർ പൂർണ്ണമായി ദശാംശം കൊടുത്തിരുന്നില്ല. ചിലർ പാസ്റ്ററിന്റെ പ്രസംഗത്തെ വിമർശിച്ചവരായിരുന്നു. അവർ തെറ്റുകളെ കുറിച്ച് അനുജപിച്ചില്ല. ദൈവജനത്തെ ഉപദ്രവിച്ച അനേകരെ അവിടെ ഞാൻ കണ്ടു. ഹിറ്റ്ലർ, സ്റ്റാലിൻ, മാവോ സിംഗ്, നോർത്ത് കൊറിയയിലെ ഒരു പാസ്റ്റർ തുടങ്ങിയ അനേകരവിടെ യാതന അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. എണ്ണിയാൽ തീരാത്ത അനേകരെ അവരുടെ ശരീരത്തിൽ പുഴുക്കൾ കാർന്നു തിന്നുന്നത് ഞാൻ കണ്ടു. നഗ്നനായവർ പുഴുക്കളെ ഓടിക്കുന്നതും വൽകടിക്കുന്നതും ഞാൻ കണ്ടു. മറ്റു ചിലർ ഭൂമിയിൽ അവർക്ക് നല്ല ജോലി, ഭവനം, കുടുംബം ഉണ്ടായിരുന്നുവെങ്കിലും ദൈവിക കാര്യങ്ങൾ ചിലവിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭൂമിയിലെത്തി. എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് നൽകി. രക്ഷ പണത്തിന് വാങ്ങുന്നതല്ല. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയരെ, ഒരു ദിവസം നാം മരിക്കും. എപ്പോൾ മരിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴും സ്വർഗത്തിലേക്ക് പോകാൻ ഒരുക്കമുള്ളവരായിരിക്കുക. പാപത്തെക്കുറിച്ച് അനുദപിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് വിശുദ്ധിയോടെ പ്രാർത്ഥനയിലും ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് കഴിവത് സുവിശേഷ കൂട്ടത്തിൽ പങ്കെടുത്ത് നിത്യസ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുക. ഞായറാഴ്ച വിശുദ്ധമായി സൂക്ഷിച്ച് കൃത്യമായി ദശാംശം കൊടുത്ത് സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുക. പാസ്റ്റർ പാർക്കർ യോങ്ക്യോ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കരോട്ടൻ ഗിൽഹാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും